നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. എട്ടാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടത്തി. ശക്തമായ മഴയിൽ മേഖലയിൽ കനത്ത വെള്ളക്കെട്ട്. നാട്ടികയിൽ വീടാക്രമിച്ച 6 പേരെ വലപ്പാട് പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. വിനോദവും വിജ്ഞാനവും പങ്കുവെച്ച് 30 വർഷമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കേരള വിഷന്റെ തൃപ്രയാർ മേഖല ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ തൃപ്രയാർ മീഡിയ കൺവർജൻസ് ഉന്നത വിജയികളെ അനുമോദിച്ചു. ഉപഭോക്താക്കളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. തൃപ്രയാർ കിഴക്കേനട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ ലോകത്ത് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുക. ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റിൽ നിന്നുകൊണ്ട് ആരായി തീരണം എന്നുള്ള നമ്മുടെ അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഘട്ടത്തിലാണ് നിങ്ങൾ നല്ല ഉറപ്പോടെ നല്ല മനുഷ്യരെ നമ്മൾ സംബന്ധിക്കുന്നത്. കേരളം പ്രാന്താലയം എന്ന് വിളിച്ചിരുന്ന നാടാണ്. സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിളിക്കുന്ന നമുക്ക് വായനാനുഭവം കൊണ്ട് മാത്രം പരിചയമുണ്ടാകുന്നതാണ്. പക്ഷെ ഇന്ന് നാം അറിയപ്പെടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് പറഞ്ഞ് കുറച്ച് ക്ലീശയായി തുടങ്ങിയിട്ടുള്ള വാചകങ്ങളിൽ ഒന്നാണ് വെളുക്കുമ്പോൾ കുളിക്കുകയും വെളുത്തവും കെടുക്കുകയും ചെയ്യുന്നവരാണ് മലയാളി. മലയാളികളൊക്കെയാണെങ്കിലും ലോകത്തിന്റെ മറുകയിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അഭിമാനം കൊള്ളുന്ന ഒരു നാടിന്റെ പ്രതിനിധിയാണ് എന്ന് നാം അഭിമാനങ്ങൾ പറയുമ്പോഴും നമുക്കിടയിൽ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് പ്രയാസങ്ങളും നടക്കാൻ പാടില്ലാത്ത വലിയ സാംസ്കാരിക മൂല്യച്യുതിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നാം കാണുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടേത് എന്ന് നാം അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ ഒരു 6 മാസക്കാലത്തിനിടയിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ ലഭിക്കുന്ന വാർത്തകൾ സംസ്കാര സമ്പന്നമായിട്ടുള്ള മലയാള നാട്ടിൽ ചെയ്യുന്നൊന്നല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷനായി. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പോലെ വ്യത്യസ്ത മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച പ്രതിഭകളെ കൊണ്ടുവന്ന് അവരുടെ അനുഭവങ്ങളും നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളും സമകാലീന സാമൂഹിക പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തിയുള്ള പ്രാധാന്യമുള്ള വിദ്യാർത്ഥികൾ ഭാവിയിൽ അവർ മാതൃകയാക്കേണ്ട വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇത്തരം പരിപാടികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും. CC മുകുന്ദൻ MLA സൗജന്യ ബ്രോഡ്ബാൻഡ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മനോരമ ചീഫ് ന്യൂസ് പ്രൊഡ്യൂസർ ഷാനി പ്രഭാകർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മനോഹരമായി ഇത്രയും ഒതുക്കത്തോടെ ഇത്രയും ക്രമീകരണത്തോടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ആദ്യം സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. എളുപ്പമുള്ള കാര്യമല്ല എന്ന് പല പരിപാടികളുടെ സംഘാടകർ കൂടി ആയതുകൊണ്ട് നമുക്കറിയാം. പിന്നെ കേരള വിഷൻ ഞങ്ങൾക്ക് ജീവനാടിയാണ് എല്ലാ ടെലിവിഷൻ ചാനലുകൾക്കും കേരളത്തിൽ. അപ്പോൾ ഓരോ കുടുംബത്തിലേക്കും അവരുടെ ചലനം എത്തുന്നു, കൈയെത്തുന്നു. അതൊരു കേവലം കേബിൾ TV ഉപഭോക്താവ് ബന്ധമല്ല എന്നറിയുന്നതിന്റെ സന്തോഷം കൂടി ഇപ്പോൾ പങ്കുവെക്കുകയാണ്. എന്തായാലും ഇനി നാളെ മുതൽ നിങ്ങൾ നേരിടുന്ന ചോദ്യം എന്തായിരിക്കും? ഈ ഉപഹാരം വാങ്ങിച്ച് ആദരം കൈപ്പറ്റി നാളെ മുതൽ നിങ്ങളൊക്കെ നേരിടാൻ പോകുന്ന ചോദ്യം ആരാവാനാണ് ഇഷ്ടം എന്നായിരിക്കും. വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ P. സരിൻ മുഖ്യപ്രഭാഷണം നടത്തി. പല പരിപാടികളിൽ സംസാരിക്കുന്നതിന്റെ ഭാഗമായി ഒരു സങ്കടം പറയാറുണ്ട്. ഒരു പാട്ട് നാടൻ പാട്ടാണ് വിചാരിച്ച് നാട്ടുകാർ മുഴുവൻ പാടുന്നുണ്ട്. പക്ഷെ ആ പാട്ട് എഴുതിയത് ചന്ദ്രശേഖരനാണ്. ഏതാ പാട്ട്? ഈ നാടൻ പാട്ടുകളുടെ പ്രത്യേകത എന്താ? അത് ഈ വാമൊഴിയിലൂടെ ഇങ്ങനെ കൈമാറി വരുന്നത്. എഴുതിയതാരാണെന്ന് ചോദിച്ചാൽ കൃത്യമായ രേഖകൾ ഉണ്ടാകണമെന്നില്ല. ഗാനരചയിതാവ് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ, TMC മാനേജിംഗ് ഡയറക്ടർ TD സുഭാഷ്, EL ടോണി, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ്, ചലച്ചിത്ര സംവിധായകൻ സജീവൻ അന്തിക്കാട്,
COA ജില്ലാ സെക്രട്ടറി പി ആന്റണി, തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, തൃശൂർ കേരള വിഷൻ MD ജയപ്രകാശ്, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ, മേഖലാ പ്രസിഡന്റ് TM റഹീം, മേഖലാ സെക്രട്ടറി KR സുമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് വലിയ ബോധ്യമുള്ള ആളുകളായിരുന്നു നമ്മുടെ കേരളത്തിലെ നന്മയുള്ള എല്ലാ മനുഷ്യർക്കും. അക്ഷരം അഗ്നിയാണെന്നും അത് അന്ധകാരത്തെ അകറ്റും എന്നറിഞ്ഞ ഒരുപാട് മനുഷ്യർ നമുക്കുണ്ടായി. വിശ്വപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒട്ടേറെ സംഭാവനകൾ ചെയ്യുവാൻ നമുക്ക് നേരിട്ടുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. ഈ വർഷവും വളരെ ഭംഗിയായി തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ നാമധേയത്തിൽ വരുന്ന കുട്ടികൾക്ക് SLC +2 അവാർഡ് വഴി കുട്ടികൾക്ക് ആദരവ് നൽകിക്കൊണ്ട് പുരസ്കാരങ്ങൾ നൽകിക്കൊണ്ട് ഈ ചടങ്ങ് ഞങ്ങൾ നടത്തുകയാണ്. സ്വന്തം വൃക്ക ദാനം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തകൻ ഷൈജു സായിറാമിനെ ചടങ്ങിൽ ആദരിച്ചു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് കേരള വിഷന്റെ സൗജന്യ ബ്രോഡ്ബാൻഡ് നൽകുന്ന പദ്ധതിക്ക് തൃപ്രയാർ മീഡിയ കൺവെർജൻസിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു. 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വെച്ച CC മുകുന്ദൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള അന്തിക്കാട്ടുകാരനായിട്ടുള്ള നമ്മുടെ പ്രിയനായ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം നമ്മുടെ ഇന്നത്തെ കേരള സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികളെ സംബന്ധിച്ചു വിദ്യാർത്ഥികൾ നടപ്പാക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളൊക്കെ അവർ സംസാരിക്കും എന്നുള്ളതുകൊണ്ട് പദ്ധതിയിലേക്ക് തളിക്കുളം പ്രവാസി അസോസിയേഷൻ UAE ധനസഹായം നൽകി. ഞായറാഴ്ച നടന്ന അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് പദ്ധതിയിലേക്ക് സഹായം നൽകാൻ തീരുമാനിച്ചത്. യോഗത്തിൽ പ്രസിഡന്റ് EK ബഷീർ അധ്യക്ഷനായി. സെക്രട്ടറി ഇബ്രാഹിംകുട്ടി സംസാരിച്ചു. ഡിസംബർ 23-ന് തളിക്കുളം പ്രവാസി അസോസിയേഷന്റെ കുടുംബസംഗമം നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. കൂടാതെ കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി, ഗത്ത് KMCC മണലൂർ മണ്ഡലം കമ്മിറ്റി, പെരുങ്ങോട്ടുകര കാനാടി മഠം തറവാട് എന്നിവരും സൗജന്യ ബ്രോഡ്ബാൻഡ് പദ്ധതിയിലേക്ക് ധനസഹായം നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് മണലൂർ പഞ്ചായത്തിൽ വ്യാപക വെള്ളക്കെട്ട്. 5-ാം വാർഡിലെ അംഗനവാടി ഉൾപ്പെടെയുള്ള പരിസരത്തെ 10 വീടുകൾ വെള്ളക്കെട്ടിലായി. ഈ പ്രദേശത്തു കൂടി കടന്നുപോകുന്ന ഇറിഗേഷൻ കനാൽ കര കവിഞ്ഞ് ഒഴുകുന്നത് കൊണ്ടാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. പ്രദേശത്തുകൂടെ കടന്നുപോകുന്ന ഇറിഗേഷൻ കനാൽ ഇടിഞ്ഞതാണ് ഒഴുക്ക് നിലച്ചത്. ഇതിനു പുറമെ ഫലവൃക്ഷക്കൊമ്പുകളും മറ്റും വന്നടിഞ്ഞ് കനാലിന്റെ ആഴം കുറയുകയും ചെയ്തു. കാഞ്ഞാണി ഗുരുവായൂർ റോഡിലൂടെ കടന്നുപോകുന്ന ഇറിഗേഷൻ കനാൽ 1 കിലോമീറ്റർ ദൂരത്തിൽ ശ്മശാനം വരെ അടിയന്തരമായി ശുചീകരിച്ച് ഒഴുക്ക് സ്ഥാപിക്കണമെന്ന് മണലൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം ജനാർദ്ദനൻ മണ്ണുമ്മൽ ആവശ്യപ്പെട്ടു. കാഞ്ഞാണിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെ കണ്ട് കടന്നു പോകുന്ന ഒരു കനാല്, PWD റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന കനാല് ആനക്കാട് ശ്മശാനത്തിൻ്റെ അവിടെയാണ് ഇത് അവസാനിക്കുന്നത്. ഈ കനാല് വളരെ കാലങ്ങളായിട്ട് ഇടിഞ്ഞു കിടക്കുകയും അതിൽ കൂടെ കടന്നു വരുന്ന വെള്ളങ്ങൾ സമീപ പ്രദേശത്തുള്ള വീടുകളിലേക്ക് കയറുകയും അതുകൂടെ ദുരിതം അനുഭവിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങളാണ് അവിടെ ഉള്ളത്. ഇതിൻ്റെ നടപടിക്കായി നമ്മൾ പല പ്രാവശ്യം ഇറിഗേഷനെ സമീപിക്കുകയും അതിന് ഇത് റെഡിയാവാതെ വരികയും MLAനെ സമീപിക്കുകയും ഉണ്ടായി. അതിനെ തുടർന്ന് അതൊരു പ്രൊജക്റ്റ് രൂപീകരിച്ച് അതിന് നടപടി എടുക്കാമെന്ന് പറയുകയുണ്ടായെങ്കിലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അതിനൊരു അനന്തര നടപടിയായിട്ട് മുന്നോട്ട് വന്നത്. ആ മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായി ഈ ദുരിത പ്രദേശത്ത് ഒരു പണി ചെയ്യാതെ വേറെ പ്രദേശത്തിൽ നിന്ന് പണി വരികയും ഈ പ്രദേശം എത്തുമ്പോഴേക്കും മഴ കൂട്ടിപ്പിടിച്ച് ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ പണി അവിടെ നിർത്തിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നാട്ടികയിൽ വീടാക്രമിച്ച 6 പേർ അറസ്റ്റിലായി. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ 7:15-ന് നാട്ടിക CU കൃഷ്ണൻകുട്ടി റോഡിലെ വീട്ടിലാണ് സംഭവം.
അക്രമികൾ ഗൃഹനാഥനെ മർദ്ദിക്കുകയും വീടിന്റെ മുൻവശത്തെ ജനലുകൾ അടിച്ചു പൊട്ടിക്കുകയും ചെടിച്ചട്ടികൾ നശിപ്പിക്കുകയും ചെയ്തു. നാട്ടിക ബീച്ച് ചെളിങ്ങാട് വീട്ടിൽ രാം സരോജ്, പുത്തൻപീടിക എടക്കളത്തൂർ ഷിനോ, കൊല്ലം കുണ്ടറ ചന്ദനത്തോപ്പ് സ്വദേശികളായ കോട്ടപ്പുറത്ത് താഴത്ത് വീട്ടിൽ സഹീർ, ദീപാലയം ശ്രീകുട്ടൻ, ഷൊർണൂർ ചെറുകുന്നത്ത് ഗോകുൽ, കയ്പമംഗലം അയിരൂർ കരിക്കൽ സൂരജ് എന്നിവരെയാണ് വലപ്പാട് ബീച്ചിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച വാഹനവും ഇതിനുള്ളിൽ നിന്ന് ലഭിച്ച ഇരുമ്പ് പൈപ്പും കസ്റ്റഡിയിലെടുത്തു. രാം സരോജ് നെടുപുഴ പോലീസ് സ്റ്റേഷനിലെ ഒരു കവർച്ച കേസിലും വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. വലപ്പാട് SHO MK രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ CN എബിൻ, വിനോദ് കുമാർ, CPOമാരായ പ്രവീൺ, ജയശ്ലിൻ തോമസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതലുകൾ നടപടിയുടെ ഭാഗമായി തിങ്കളാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, നഴ്സറികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. അന്തിക്കാട് ഹൈസ്കൂളിലെ 74-75 ഓർമ്മച്ചെപ്പ് ബാച്ചിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാട്ടാനിൽ ബാബു രാജേന്ദ്ര പ്രസാദ് അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രാമദാസ് PB അധ്യക്ഷനായിരുന്നു. വിപിനൻ PP, ഹർഷൻ TK, ഉദയഭാനു EK, മോഹനൻ VG എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാട്ടാനി അമ്മിണിയമ്മ അപ്പുക്കുട്ട മേനോൻ ട്രസ്റ്റും ഓർമ്മച്ചെപ്പ് ബാച്ചിന്റെയും നേതൃത്വത്തിൽ അന്തിക്കാട് ഹൈസ്കൂളിലെ ഉന്നത വിജയം കൈവരിച്ച ജനിത ജെയിംസ്, ദേവി നന്ദ, ശ്രീയ PS, ഭരത് KS, ഋതിക KH എന്നീ വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. ഇന്ന് ഈ സമൂഹത്തിനോട് നമുക്ക് പറയാനുള്ളത്, കുട്ടികൾ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന, നമ്മളിപ്പോൾ 5 പേർക്കാണ് കൊടുക്കുന്നത്. 5 പേർക്ക് ഒരു ഗിഫ്റ്റ് പ്രൈസും ഒരു മൊമെൻറ്റും കൊടുത്ത് അവരുടെ ഫ്യൂച്ചറിൻ്റെ വാതിലിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഭാവിയുടെ ഒരു വാതിലേക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റുള്ളവരും ഇത് മാതൃകയായി മറ്റുള്ള കുട്ടികൾക്ക് കൊടുത്ത് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അന്തിക്കാട് സ്കൂളിൻ്റെ പേരും യശസ്സും എല്ലാം നന്നായി വളർത്തണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. ഇരിഞ്ഞാലക്കുട ബാലഗോകുലം ജില്ലാ സമ്മേളനം രാധാകൃഷ്ണ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നു. രാധാകൃഷ്ണ കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിച്ച ബാലഗോകുലം ഇരിഞ്ഞാലക്കുട ജില്ലാ സമ്മേളന വേദിക്ക് മുന്നിൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾ ആരംഭിച്ചത്. ബാലഭാരതി GCC സംയോജകൻ ഗിരീഷ് ദീപപ്രജ്വലനം നിർവഹിച്ചു. കലാപ്രതിഭ പൗർണമി ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ PI സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം ഉത്തരമേഖലാ ട്രഷറർ NV പ്രജിത്ത് ബാലസൗഹൃദ ഗ്രാമം എന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യപ്രസംഗം നടത്തി. ജില്ലാ സെക്രട്ടറി സുനിൽ കുമാർ ആമുഖ പ്രസംഗം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ K ദിനേശ് രാജ, ബാലഗോകുലം തൃശൂർ റവന്യൂ ജില്ലാ അധ്യക്ഷൻ ഗോപു മാസ്റ്റർ, താലൂക്ക് സെക്രട്ടറി വിജയൻ നമ്പിക്കടവ്, ശശാങ്കൻ എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ഗോകുലാംഗങ്ങളായ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു. വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കുള്ള അനുശോചനം അർപ്പിക്കുകയും ചെയ്തു. പ്രതിനിധി സമ്മേളനം, നൃത്താവതരണം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ ഞാനിപ്പോൾ 10 വർഷമായി ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. എൻ്റെ ഗുരു തൃശ്ശൂർ കണ്ണൻ മാഷാണ്, എൻ്റെ സ്വന്തം പ്രിയപ്പെട്ട ഗുരു. അപ്പോൾ മാഷിനെ പറ്റി പറയാനായിട്ട് ഞാൻ വേദിയിൽ 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മാഷെന്ന് വെച്ചാൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. അത് ഡാൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇവിടെ നിൽക്കണേലായാലും വളരെ ഹാപ്പിയാണ്. ഇപ്പം ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്ന ഡാൻസ് ആയാലും, ഇപ്പോൾ ഞാനിനി കളിക്കാൻ പോകുന്നതായാലും, ഇതുവരെ കളിച്ചിട്ടുള്ളതായാലും എൻ്റെ സ്വന്തം മാഷ് വരികൾ എഴുതി സംഗീത സംവിധാനം ചെയ്ത് നൃത്ത സംവിധാനം ചെയ്ത് ചിട്ടപ്പെടുത്തിയെടുക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ഡാൻസിൻ്റെ ഒരു ഇതിൽ എൻ്റെ എല്ലാ ഉയർച്ചകൾക്കും കാരണം എൻ്റെ മാഷാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും.
Malappuram Geeta Ravi Public School. The joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഏർപ്പെടുത്തിയ ശിഹാബ് തങ്ങൾ പുരസ്കാര വിതരണ ചടങ്ങ് നടത്തി. മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങ് മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് NK മുഹമ്മദ് അലി അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് OF നഫീസ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, MA സുലൈമാൻ മൗലവി, MM ഇക്ബാൽ, AA മുഹമ്മദ് ഹാരിസ്, അഷ്റഫ് പള്ളിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്റർനാഷണൽ ഷോട്ടോഖാൻ കരാത്തെ പെർഫോമൻസ് അവാർഡ് ജേതാക്കളായ മുഹമ്മദ് സിനാൻ, ഫാത്തിമ സയാൻ എന്നിവർക്ക് ശിഹാബ് തങ്ങൾ സ്മാരക പുരസ്കാരങ്ങൾ നൽകി. സാമൂഹ്യ പ്രവർത്തകനായിരുന്ന VR ഹരിദാസൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി KI നൌഷാദിന് മാതൃകാ അധ്യാപകനുള്ള അവാർഡും സെലിൻ ജോസിന് ഗ്രാമീണ ഫോട്ടോഗ്രാഫി അവാർഡും ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു. ലോകത്തെ ചേരിചേരാ നയത്തിന് നേതൃത്വം നൽകിയ മഹാനായ പണ്ഡിറ്റ്ജിയുടെ നാടും നിർവികാരമായി നിൽക്കുന്നു എന്നത് ദുഃഖകരമാണ്. യുദ്ധം സമാധാനത്തിന് വേണ്ടിയുള്ളതല്ല. നാം യുദ്ധമുഖത്തുണ്ടായി മാസങ്ങൾക്ക് മുൻപ്. അനിവാര്യമായ യുദ്ധമായിരുന്നു അത്. നമ്മുടെ അതിർത്തി കടന്നു വന്ന് ഭർത്താവിനോടൊപ്പം അച്ഛനോടൊപ്പം വിനോദസഞ്ചാരത്തിൽ ഏർപ്പെട്ട ആളുകളോട് മാറി നിൽക്കുക, ഞങ്ങൾ അങ്ങോട്ട് നിറയൊഴിക്കുന്നു എന്ന് പറഞ്ഞ് കലിമ ചൊല്ലാൻ പറഞ്ഞ് കലിമ ചൊല്ലാത്തവരെ നിറയൊഴിക്കുന്ന ദുഷ്ടലാക്കുള്ള പാകിസ്ഥാന്റെ ഭീകരതക്കെതിരെ നാം പടപൊരുതി. അത് യുദ്ധം അനിവാര്യമായിരുന്നു. രാജ്യത്തിന്റെ അതിർത്തി കടന്നു വന്ന ഭീകരർ സൃഷ്ടിച്ചു വെച്ചത് ഒരു മഹാവിപത്താണെന്ന തിരിച്ചറിവാണ് നാം ശത്രു രാജ്യത്തെ കാബാലികരെ നാം നേരിടാനുള്ള കാരണം. മറിച്ച് ഫലസ്തീനിൽ അതല്ല, ഇറാനിൽ അതല്ല, രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ, ലോകത്തിന്റെ വ്യത്യസ്ത മേഖല അങ്ങനെയല്ല. അമേരിക്കയും ഇസ്രയേലും ലോകത്തെമ്പാടും അവർ തയ്യാറാക്കിയ സ്വയം പട്ടികയിലെ ശത്രു രാജ്യങ്ങളെന്ന് അവർ മുദ്ര കുത്തുന്നവരെ, അവർക്ക് നാളെ വെല്ലുവിളിയാകാമെന്ന് അവർ കരുതുന്നവരെ അവർ അമർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭീകരർ ആരെന്ന് ചോദിച്ചാൽ പുതിയ ലോകക്രമത്തിലെ ഈ മക്കളുടെ മുമ്പിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ പറയും, ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാജ്യം ഇസ്രയേലും അതിനോട് സഹായകരമായ നിലപാടെടുക്കുന്ന അമേരിക്കയുമാണ് എന്ന് പറയേണ്ടി വരും. CPI ചന്ദ്രാപിനി സെന്റർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി CB അബ്ദുൾ സമദ് അധ്യക്ഷനായി. അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരീന്ദ്ര ബാബു, ബ്രാഞ്ച് സെക്രട്ടറി V ഉദയകുമാർ, AR കണ്ണൻ, സക്കീന, PG സനോജ് എന്നിവർ സംസാരിച്ചു. ഉയർന്ന വിജയം കരസ്ഥമാക്കിയ മുഴുവൻ കുട്ടികളെയും ഈ ബ്രാഞ്ച് പരിധിക്കുള്ളിൽ വരുന്ന കുട്ടികളെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. കേവലം ഒരു മൊമെന്റോ വാങ്ങുക എന്നുള്ള പ്രക്രിയ അല്ല നിങ്ങൾ ഇതിൽ കാണേണ്ടത്. മറിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി സമൂഹത്തിനു കൂടി വലിയ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ വിജയം. ഈ സമൂഹത്തിൻ്റെ കൂടി വിജയമാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് ഇത്തരത്തിലുള്ള സ്നേഹാദരങ്ങൾ, സ്നേഹോപഹാരങ്ങൾ നിങ്ങൾക്ക് തരുന്നതിനെ നിങ്ങൾ കാണുന്നത്. പ്രിയപ്പെട്ട കുട്ടികളുടെ ഉത്തരവാദിത്വവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഉപഹാരവും ഓരോ സ്നേഹ സമ്മാനങ്ങളും നിങ്ങളുടെ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം സമൂഹത്തിനോടൊപ്പമുള്ള പ്രതിബദ്ധത കൂടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ്.
കേരള കർഷക സംഘം ചന്ദ്രാപിന്നി മേഖലാ സമ്മേളനം നടത്തി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PI സജിത ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TK ചന്ദ്രബാബു അധ്യക്ഷനായി. കൺവീനർ ഹരിലാൽ മാണിയത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. PS ഷജിത, PS സതീഷ്, TK വിമല, PA സഗീർ, ഗീത മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പാർട്ടി സംവിധാനങ്ങളിലോ മറ്റു മേഖലകളിലോ കാണാത്തൊരു പ്രത്യേകത കൂടിയാണ്. അവിടെ മേൽത്തട്ട് മാത്രമേ ഉള്ളൂ, താഴെത്തട്ടില്ല. എന്നാൽ ഒരു സംഘടന പ്രവർത്തിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ തട്ടിലുള്ള ആളുകളുടെ, അതായത് സാധാരണക്കാരായുള്ള നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ആവശ്യങ്ങൾ, നിർദ്ദേശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അത് നീണ്ടകാലം പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതിന്റെ ഭാഗമായി നമ്മൾ യൂണിറ്റ് സമ്മേളനങ്ങൾ ആരംഭിച്ചല്ലേ, നമ്മുടെ മേൽ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സമ്മേളന നടപടികൾ നമ്മൾ പൂർത്തീകരിക്കുന്നത്. നമുക്ക് നിർദ്ദേശം നൽകിയിരുന്നത് മെയ് മാസത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലും യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ്. കയ്പമംഗലം കൂരിക്കുഴി ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി പരമ്പര രക്ഷാധികാരി റഷീദ് കണയംകുടി അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം SIT അഭിലാഷ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PMS ആബിദീൻ, മിനി അരയങ്ങാട്ടിൽ, പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ KK സക്കറിയ, പ്രവാസി പരമ്പര കോർഡിനേറ്റർമാരായ റഫീഖ് മൊയ്തു, സലീം പുത്തുകുളം, TA മുനീർ, ജനറൽ സെക്രട്ടറി PU ഷമീർ, ട്രഷറർ MA മനാഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലയുടെ തന്നെ ഏറ്റവും വലിയൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു കാര്യമാണ്. ഒരുപാട് കൂട്ടായ്മകളും ഒരുപാട് പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ഒരേ കൂട്ടായ്മകളും ഒരേ പ്രവർത്തനങ്ങളും കുറച്ച് ആളുകൾ കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച് ആ ഭാഗത്തുള്ള ആളുകളിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളും എത്തിപ്പെടുക എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് പരമ്പര. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇപ്പൊ നമുക്കറിയാം. നമ്മുടെ ഈ കൊച്ചുമക്കള് 10ാം ക്ലാസ് +2 ഉന്നത വിദ്യാഭ്യാസം നേടിയ ഫുൾ A+ കിട്ടിയ കുട്ടികളെ ഒരുപാട് സ്ഥലങ്ങളിൽ ആദരിക്കുന്നുണ്ട്. ഒട്ടേറെ വലിയ സദസ്സുകളിൽ ആദരിക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരി ഇത്തരത്തിലുള്ള ചെറിയ ഓരോ ഗ്രൂപ്പുകള്, ചെറിയ ഓരോ സംഘടനകള് ആ കുട്ടികളെ, ആ ഭാഗത്തുള്ള കുട്ടികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് അവർക്ക് ഒരു ചെറിയൊരു മൊമെന്റോ കൊടുത്തുകൊണ്ട് നാളേക്ക് അവരാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രതിനിധി എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രധാനം. വാടാനപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ വെച്ച് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഈദ് സുഹൃത്ത് സംഗമം നടത്തി. വാടാനപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ വെച്ച് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ ഈദ് സൗഹൃദ സംഗമത്തിൽ ജില്ലാ പ്രസിഡന്റ് ഹുദ ബിനത്ത് ഇബ്രാഹിം അധ്യക്ഷയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് വനിതാ വിഭാഗം കേരള സംസ്ഥാന സമിതി അംഗം CV ജമീല മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം ലീലാമ ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. നവനീതം ക്യൂറേറ്റർ അനിത വർമ്മ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് മുനീർ വരന്തരപ്പള്ളി, ജമാഅത്തെ ഇസ്ലാമി വനിതാ സംസ്ഥാന സമിതി അംഗം അസൂര അലി, വെൽഫെയർ പാർട്ടി നേതാക്കളായ ഉമൈറ, ഉഷാകുമാരി തളിക്കുളം, പഞ്ചായത്ത് മെമ്പറായ വിനയ പ്രസാദ്, ജില്ലാ സമിതി അംഗം ഖദീജ റഹ്മാൻ, ജനറൽ സെക്രട്ടറി നൂർജഹാൻ, ഷീന വാടാനപ്പള്ളി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വഴിതെറ്റി തളർന്ന നിലയിൽ കണ്ടെത്തിയ ദേശാടന പക്ഷിക്ക് വാടാനപ്പള്ളി പോക്കാഞ്ചേരിയിലെ റിസോർട്ട് ഉടമ സംരക്ഷണമേകി. മാസ്കിഡ് ബൂബി വിഭാഗത്തിൽപ്പെട്ട പക്ഷി ശനിയാഴ്ച രാവിലെയാണ് ഷെറിൻ ഐലൻഡ് റിസോർട്ട് ഉടമ VS കിരണിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. നീണ്ട കൊക്കുകൾ, നീലക്കണ്ണുകൾ, കഴുത്തും ചിറകും പൂർണ്ണമായും ബ്രൗൺ നിറമാണ്. വയറുഭാഗം വെള്ളയും താറാവിന്റെ പോലുള്ള കാലുകളുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സമുദ്രത്തിൽ നീന്തി ഇര പിടിക്കാനും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നതിനും ഇത്തരം പക്ഷികൾക്ക് സാധ്യമാകുന്നു. അറബിക്കടലിൽ ഇത്തരം പക്ഷികളെ അപൂർവമായി കാണാറുണ്ടെന്ന് പക്ഷി നിരീക്ഷകരും പറഞ്ഞു. വിരുന്നെത്തിയ പക്ഷിയെ കാണാൻ നിരവധി പേരാണ് റിസോർട്ടിൽ വന്നെത്തിയത്. കടലിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടാണ്. ഫസ്റ്റ് വിചാരിച്ച് താറാവ് പോലത്തെ എന്തോ ഇരിക്കുന്നു വിചാരിച്ചത്. എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് ഇങ്ങനത്തെ രക്ഷാണ് പക്ഷി മനസ്സിലായത്. അപ്പോൾ അത് നനഞ്ഞ് കുതിർന്ന് പറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമ്മൾ നായനും കൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ കണ്ടപ്പോൾ നേരെ അതിനടുത്ത് തിരിക്കത് ഇവിടെ കൊണ്ടുവന്നു
അപ്പോൾ നനഞ്ഞൊക്കെ ഒന്ന് മാറാൻ വേണ്ടി സൈഡിൽ വെച്ചു. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. SNDP യോഗം ആയിരംകണ്ണി ശാഖ വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി. യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് കുമാരൻ പനച്ചിക്കൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജയഗോപാൽ വൈക്കാട്ടിൽ, പ്രസന്നൻ ഇയാനി, ജയതിലകൻ ചാളിപ്പാട്ട്, ഗോവിന്ദലാൽ വൈക്കാട്ടിൽ, പ്രകാശൻ പണിക്കെട്ടി, വേണുഗോപാൽ കുന്നത്തുള്ളി, ബിജോയ് ചാലിപ്പാട്ട്, ഉണ്ണികൃഷ്ണൻ പ്ലാക്കൽ, ചന്ദ്രമതി കുമാരൻ, സുഷിത മുരളി, കോമള ശങ്കരനാരായൺ എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ ധനശ്രീ മാത്രമാണ് ഇവിടെ സ്ഥിരം ഇവിടെ ഇല്ലാത്തത്. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉള്ളവരാണ്, നമ്മുടെ ശാഖയിൽ തന്നെ സ്ഥിരമായിട്ടുള്ളവരാണ്. അവരോട് കുറെ കൂടി കുട്ടികളോടുമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ യൂണിയനിൽ ഒരു ബാലജനയോഗം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. ആ സംഘടനയിൽ എല്ലാവരും വിദ്യാർത്ഥികളായിരിക്കും ആ സംഘടനയിലെ അംഗങ്ങൾ. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ 4 പേരാണ് ഇന്ന് ഇവിടെ. കേരള പ്രവാസി സംഘം മണലൂർ മേഖലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞാണി EMS സ്മാരക മന്ദിരം ഓഫീസിൽ ചേർന്ന യോഗം ഏരിയ സെക്രട്ടറി AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KV ഡേവിസ് അധ്യക്ഷനായി. KV രാജേഷ്, PS പ്രസാദ്, KR അഭിരാജ്, സുധർമ്മൻ ചിരുകണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ഗിരീഷ്, സെക്രട്ടറിയായി VP നവീൻ, ട്രഷററായി രവീന്ദ്രൻ കുന്നമ്പള്ളി എന്നിവരെ തെരഞ്ഞെടുത്തു. കണ്ടശാങ്കടവ് ശിവനങ്ങാടി മാമ്പുള്ളി ദേശത്തെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ നട തുറക്കൽ, അഭിഷേകം, ഗണപതി ഹോമം, കലശാഭിഷേകം, ശ്രീഭൂതബലി, തുടർന്ന് അന്നദാനം എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ഗജവീരന്റെ അകമ്പടിയോടെ പഞ്ചാരിമേളം, പാണ്ടിമേളം എന്നിവയോടുകൂടിയ എഴുന്നള്ളിപ്പും ദീപാരാധനയ്ക്ക് ശേഷം ശിവനങ്ങാടി ബ്രദേഴ്സ് ഒരുക്കിയ വർണ്ണമഴയും നടന്നു. രാത്രി 7 മണി മുതൽ ഷൺമുഖപ്രിയ ഡാൻസ് ഓഫ് സ്കൂൾ ഒരുക്കിയ നൃത്തസന്ധ്യയും ഉണ്ടായിരുന്നു. പരിപാടിക്ക് ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി.
കാരബുക്ക് സർവീസ് സഹകരണ ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയവർക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും വിതരണം നടത്തി. സംഘം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് മണലൂർ MLA മുരളി പെരുന്നല്ലി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PR മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. 100% വിജയം നേടിയ സ്കൂളുകൾക്കുള്ള ട്രോഫി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PR വർഗീസ് മാസ്റ്റർ വിതരണം ചെയ്തു. മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മദനമോഹനൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോഷി പൊറ്റേക്കാട്ട്, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി KK സുമന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കണ്ടുകൊണ്ട് അവരാണ് കുട്ടികളെ നന്നാക്കി എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം. അവരെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ടെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. കേരളം വലിയ ഗുണകരമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ്. കുട്ടികളിൽ എന്തുണ്ടാകുന്നുണ്ട്, ഒരു പൂങ്കാവനം എല്ലായിടത്തും വരാറുള്ളതാണ്. ഒരു പൂങ്കാവനത്തിൽ സൗരഭ്യം പടർത്തി വിടർന്നു നിൽക്കുന്ന പൂക്കളം പോലെയാണ് നമ്മുടെ കുട്ടികൾ. പല വർണ്ണങ്ങളിൽ പല മണങ്ങൾ ആണ്. ആ കുട്ടികൾക്ക് ആ പൂക്കൾക്ക് ഒരു പുഴുക്കുന്ത് പോലും ഏൽക്കാൻ പാടില്ല. സർക്കാരിന് സുചിന്തിതമായ നിലപാടാണ്. സർക്കാർ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. സർക്കാർ, മാതാപിതാക്കൾ, അധ്യാപകർ, PTA, മദർ PTA, വികസന സമിതി, പല 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 സംവിധാനങ്ങളിലും സ്കൂളുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമങ്ങൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടത്തി. ശക്തമായ മഴയിൽ മേഖലയിൽ കനത്ത വെള്ളക്കെട്ട്. നാട്ടികയിൽ വീടാക്രമിച്ച 6 പേരെ വലപ്പാട് പോലീസ് പിടികൂടി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.